എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ 3 ഡിഫറെൻറ്റ് ഹോസ്റ്റിംഗ് പ്ലാനുകൾ റിവ്യൂ ചെയ്യാനാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മുടെ വെബ്സൈറ്റിന് അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിന് വേണ്ടുന്ന ഒരു ഹോസ്റ്റിംഗ് പ്ലാൻ ചൂസ് ചെയ്യുമ്പോൾ പലർക്കും സംശയം തോന്നാറുണ്ട്. ഞാൻ ഈ കുറഞ്ഞ പ്ലാൻ ചൂസ് ചെയ്യണോ, കൂടിയ പ്ലാൻ ചൂസ് ചെയ്യണോ, അതോ മിഡിൽ നിൽക്കുന്ന ഒരു പ്ലാൻ ഉണ്ട് അത് ചൂസ് ചെയ്യണോ? എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഹോസ്റ്റിംഗ് പ്ലാനിനെ ചേഞ്ച് ചെയ്യുന്നത്? എല്ലാം തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സംശയം ഇന്ന് നമുക്ക് സോൾവ് ചെയ്യാം. ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് തന്നെ നിങ്ങളെ ഡൊമൈനും ഹോസ്റ്റിങ്ങും ഒക്കെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോവുക. താഴെ ഒരു കൂപ്പൺ കോഡും കൊടുത്തിട്ടുണ്ട്, അതുകൂടെ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഹോസ്റ്റിംഗറുടെ ഓഫറിന് പുറമെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡിസ്കൗണ്ടും ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഹോസ്റ്റിംഗർ പറ്റുന്ന ഒരുപാട് വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസിൽ സെർച്ച് ചെയ്താൽ പല ടൈപ്പ് വെബ്സൈറ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതിനെ പറ്റുന്ന എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ ഹോസ്റ്റിംഗിൻ്റെ വെബ്സൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഹോസ്റ്റിംഗിൻ്റെ വെബ്സൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഓഫറൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഈ ഓഫറിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗെറ്റ് എ ഇയർലി പ്ലാൻ പാക്ഡ് വിത്ത് ഫ്രീ .in ഡൊമൈൻ. അതുകൂടാതെ ഫ്രീ SSL സർട്ടിഫിക്കറ്റ്. SSL സർട്ടിഫിക്കറ്റ് എന്താണെന്ന് അറിയാത്തവർ ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ വെബ്സൈറ്റ് സെർച്ചിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് SSL സർട്ടിഫിക്കറ്റ്. അതുകൂടാതെ തന്നെ Cloudflare പ്രൊട്ടക്ഷൻ. നമ്മുടെ വെബ്സൈറ്റിന് ഒരു എക്സ്റ്റേണൽ പ്രൊട്ടക്ഷനും കൂടെ Cloudflareൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നതാണ്. ഇത് സാധാരണ ഒരു പെയ്ഡ് സർവീസാണ്. ഫ്രീ സർവീസും ഉണ്ട്, പെയ്ഡും ഉണ്ട്. അതിൽ പെയ്ഡ് സർവീസിലുള്ളതാണ് നമുക്കിവിടെ ഫ്രീ ആയിട്ട് ഹോസ്റ്റിംഗറിൽ നിന്ന് കിട്ടുന്നത്. ഫാസ്റ്റ് ലോഡിംഗ് ന്യൂ ഇയർ എന്നുള്ള രീതിയിലാണ് ഇവരിവിടെ എഴുതിയിരിക്കുന്നത് ഈ പ്രശ്നത്തെ കണ്ടന്റ്. ഇതിൽ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ പൈസ കൊടുത്തൊരു കാര്യം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമുക്കൊരു ഗ്യാരണ്ടി കിട്ടുക എന്ന് പറയുന്നുണ്ട്. ഇവിടെ തരുന്ന ഗ്യാരണ്ടി എന്ന് പറയുന്നത് 30 ഡേ മണി ബാക്ക് ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്ന രീതിയിൽ ചെയ്യുക. ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോം വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 30 ഡേ മണി ബാക്ക് ഗ്യാരണ്ടി അവർ ഓഫർ ചെയ്യുന്നുണ്ട്. 30 ദിവസം നമുക്ക് സമയം കിട്ടുന്നുണ്ട്, നമുക്ക് പൈസ തിരിച്ചു കിട്ടും. ഇനി താഴേക്ക് വരികയാണ്. നമ്മളുടെ കണ്ടന്റ് ഇന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏത് പ്ലാനാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്? സിംഗിൾ വെബ് ഹോസ്റ്റിംഗ്, പ്രീമിയം വെബ് ഹോസ്റ്റിംഗ്, ബിസിനസ് വെബ് ഹോസ്റ്റിംഗ്. ഇവ തമ്മിലുള്ള പ്രൈസ് വേരിയേഷൻസ് ഇവിടെ നോക്കുക. സിംഗിൾ വെബ് ഹോസ്റ്റിങ്ങിന് നമുക്ക് 79 രൂപയാണ് ഒരു മാസത്തേക്ക്, മറിച്ച് പ്രീമിയത്തിന് 139, ബിസിനസ് വെബ് ഹോസ്റ്റിങ്ങിന് 279. സ്വാഭാവികമായിട്ടും ഈ വീഡിയോ കാണുന്ന കൂടുതൽ ആളുകളും സിംഗിൾ വെബ് ഹോസ്റ്റിംഗ് എടുക്കണോ പ്രീമിയം വെബ് ഹോസ്റ്റിംഗ് എടുക്കണോ എന്നുള്ള സംശയത്തിലായിരിക്കും. ഇവ തമ്മിലുള്ള ആദ്യത്തെ ഒരു ഡിഫറൻസ് പറഞ്ഞുതരാം. സപ്പോസ് നിങ്ങൾക്ക് ഒരു ഡൊമൈൻ അല്ലാതെ മറ്റൊരു ഡൊമൈനും കൂടെ ഉണ്ടെന്ന്, ഡൊമൈൻ അറിയാത്തവരൊക്കെ അടുത്ത് പ്രത്യേകം പറഞ്ഞു തരാം. അപ്പം www.subinyoosuf.com എന്ന് പറയുന്ന ഒരു ഡൊമൈൻ, അതെൻ്റെ വെബ്സൈറ്റ്, എൻ്റെ പേഴ്സണൽ വെബ്സൈറ്റ് ആണെന്ന് കരുതുക. ഇതിനോടൊപ്പം തന്നെ എനിക്കൊരു കമ്പനിയുണ്ട് www.digimarkacademy.com, അതെൻ്റെ സ്ഥാപനമാണ്. അപ്പോൾ ഈ സുബിൻ യൂസഫ് ഡോട്ടിന് വേണ്ടി ഞാൻ ആദ്യം ഒരു 3000 രൂപ അല്ലെങ്കിൽ 79 രൂപ കൊടുത്തൊരു പ്ലാൻ എടുത്താൽ പിന്നീട് ഈ ഡിജിമാർക്ക് അക്കാഡമി എനിക്ക് അതിൽ കൊണ്ടിടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. ഞാൻ വീണ്ടും ഒരു ഹോസ്റ്റിംഗ് പ്ലാൻ പർച്ചേസ് ചെയ്യേണ്ടി വരും. എന്നാൽ പ്രീമിയം വെബ് ഹോസ്റ്റിങ്ങിൽ നമുക്ക് 100 വെബ്സൈറ്റുകൾ വരെ നമുക്ക് അതിനകത്ത് കണക്ട് ചെയ്യാം. അതായത് 100 ഡൊമൈനുകൾ അതിനകത്ത് കണക്ട് ചെയ്യാം. ഒരു തവണ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയാൽ ഒരു വർഷത്തിൽ നമുക്ക് 100 വെബ്സൈറ്റുകൾ അതിൽ ഹോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. 100 എല്ലാവരും വാങ്ങി ചെയ്യണമെന്നില്ല. എന്നാലും ഒരു 3, 4, 5 ഒക്കെ വരെ ചിലപ്പോൾ നമ്മൾ ഡൊമൈനുകൾ വാങ്ങി ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോഴൊക്കെ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ട കാര്യമില്ല ഇത് ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അത് 139 രൂപയ്ക്കാണ് അത് ലഭിക്കുക. ഇനി ഇതിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഈ 79 രൂപയുടെ പ്ലാനിൽ നമുക്ക് ഒറ്റ വെബ്സൈറ്റേ ഉള്ളൂ നിങ്ങൾക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 79 രൂപയുടെ പ്ലാൻ എടുത്താൽ മതി. എന്നാൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ വെബ്സൈറ്റുകൾ ഭാവിയിൽ വരുമെന്നാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാമത്തേലേക്ക് പോകണം. സ്റ്റോറേജ് സ്പേസ് ഇതിൽ 30 GB ആണ് SSD സ്റ്റോറേജ്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഫയലും ഡേറ്റയും ഒക്കെ സേവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ഈ ഹോസ്റ്റിംഗ് കമ്പനികൾ നമുക്ക് തരും. ആ ഒരു സെർവർ സ്പേസ് നമുക്ക് 30 GB, ഇവിടെ അപ്പുറത്ത് 100 GB ആണ് സ്റ്റോറേജ് സ്പേസ്. നമ്മുടെ വെബ്സൈറ്റിലേക്കുള്ള മന്ത്ലി വിസിറ്റ് എന്ന് പറയുന്നത് ഒരു മാസം 10,000
ആളുകൾ വരെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് സ്മൂത്തായിട്ട് റൺ ആകും എന്നുള്ളതാണ് ഈ 79 രൂപയുടെ സിംഗിൾ വെബ് ഹോസ്റ്റിങ്ങിൽ. മറിച്ച് ഈ ഒരു പ്ലാനിലാണെന്നുണ്ടെങ്കിൽ 25,000, അപ്പോൾ 10,000 വെബ്സൈറ്റ് വിസിറ്റേഴ്സും 25,000 വെബ്സൈറ്റ്, നമ്മളൊരു ഫേസ്ബുക്ക് ആഡ് റൺ ചെയ്താലോ ഗൂഗിൾ ആഡ് റൺ ചെയ്താലോ ഒക്കെ ഒരുപാട് ട്രാഫിക് വരും. അപ്പോൾ മന്ത്ലി വിസിറ്റേഴ്സ് ഇങ്ങനെ 10,000 ഒക്കെ ചിലപ്പോൾ അതിൽ കൂടിയൊക്കെ വന്നാൽ, അങ്ങനെ ഒരു ആവശ്യമൊക്കെ വന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്ലാനാണ് വേണ്ടത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഇമെയിൽ അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഒരു ഫ്രീ ഇമെയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇമെയിലുകൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡൊമൈൻ അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം CEO@Digimark Academy, info@Digimark Academy, അതുപോലെ support@Digimark, ഇതൊക്കെ ഇമെയിലുകളാണ്, നമ്മുടെ ഡൊമൈൻ്റെ എക്സ്റ്റൻഷനോട് ചേർത്തുള്ള ഇമെയിലുകൾ. അപ്പോൾ ഈ ഇമെയിലുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഒരെണ്ണമേ പറ്റുള്ളൂ എന്നുള്ളതാണ് 79ൻ്റെ പ്ലാനിലുള്ളത്. മറിച്ച് ഇപ്പുറത്താണെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ സാധിക്കും. ഫ്രീ SSL 2 പ്ലാനിലും SSL സർട്ടിഫിക്കറ്റ് എന്താണെന്ന് നോക്കുക. നമ്മുടെ വെബ്സൈറ്റിൻ്റെ പ്രൊട്ടക്ഷനാണ്. SSL സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ SEOയിലൊക്കെ നമുക്ക് റാങ്കിങ്, അതുപോലെ തന്നെ ഹാക്കേഴ്സിൽ നിന്നും മറ്റ് സ്പാം സോഫ്റ്റ്വെയർസിൽ നിന്നും ഒക്കെ നമ്മുടെ വെബ്സൈറ്റിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടണം. അതിനു വേണ്ടിയുള്ളതാണ് SSL സർട്ടിഫിക്കറ്റ്. ഇനി ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നുണ്ട്, അത് 100 GB ആണ് ഇവർ തരുന്നത്, മറിച്ച് ഇപ്പുറത്ത് അൺലിമിറ്റഡ് തരുന്നുണ്ട്. ഇതേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് നമുക്ക് തൊട്ടിപ്പുറത്തെ ബിസിനസ് വെബ് ഹോസ്റ്റിംഗ് പ്ലാനിലും തരുന്നത്. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 100 വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാം. പക്ഷേ ഇവിടുത്തെ SSD സ്റ്റോറേജും മന്ത്ലി വിസിറ്റും കൂടുതലാണ്. മന്ത്ലി വിസിറ്റ്സ് 1,00,000 വരെ മന്ത്ലി വിസിറ്റ് അവർ പറയുന്നുണ്ട്. അപ്പുറത്ത് നമുക്ക് 25,000 ആണ്. അപ്പോൾ ഈ മന്ത്ലി വിസിറ്റ്സിലാണ് മെയിൻലി ഉള്ള ഡിഫറൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റോറേജിലും. ഇതാണ് ബിസിനസ് വെബ് ഹോസ്റ്റിങ്ങും പ്രീമിയം വെബ് ഹോസ്റ്റിങ്ങും സിംഗിൾ വെബ് ഹോസ്റ്റിങ്ങും തമ്മിൽ എടുത്തു പറയാനുള്ളൊരു ഫാക്ടർ. പിന്നീടൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഫ്രീ ഡൊമൈൻ കിട്ടുന്നില്ല. സിംഗിൾ ഡൊമൈൻ, അതായത് സിംഗിൾ വെബ് ഹോസ്റ്റിംഗ് എടുക്കുമ്പോൾ നമുക്ക് ഫ്രീ ഡൊമൈൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് ഡൊമൈൻ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ വെബ് ഹോസ്റ്റിംഗ് മതി. ഡൊമൈൻ ഇല്ലെങ്കിൽ നമ്മൾ ഈ പ്ലാൻ ചൂസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഡൊമൈൻ വേറെ വാങ്ങേണ്ടി വരും. അത് നമുക്കൊരു എക്സ്ട്രാ എക്സ്പെൻസ് ആയി വരും. എന്നാൽ ഈ ഒരു 139 രൂപയുടെ പ്ലാനിൽ നമുക്ക് ഡൊമൈൻ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെയുള്ളത് വേഡ്പ്രസ് ഉണ്ട്, അതുപോലെ 30 ഡേ മണി ബാക്ക് ഗ്യാരണ്ടി എല്ലാ പ്ലാനിനൊപ്പവും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എടുത്തു പറയാനുള്ള ഫാക്ടേഴ്സ്. ഇനി ഇത് എത്ര രൂപയാണ് ഈ 79 രൂപയുടെ പ്ലാന് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോയാൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എത്ര രൂപയാണ് കാണിക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് 79 രൂപയുടെ പ്ലാൻ സെലക്ട് ചെയ്ത് ആഡ് ടു കാർട്ട് കൊടുത്തു. ആഡ് ടു കാർട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 79 രൂപയ്ക്ക് കിട്ടുന്നത് 48 മാസത്തേക്ക് ഞാൻ പർച്ചേസ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇത് 79 രൂപ, 73 ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്, 79% സേവ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ 48 മാസത്തേക്ക് ഞാൻ പർച്ചേസ് ചെയ്യാൻ എനിക്ക് മൊത്തം എത്ര രൂപ വരുമെന്ന് ചോദിച്ചാൽ എനിക്ക് മൊത്തം 4,135 രൂപ വരുന്നുള്ളൂ 48 മാസത്തേക്ക്. അതായത് ഒരു വർഷത്തേക്ക് അറൗണ്ട് 1000 രൂപയുടെ അടുത്ത് എനിക്ക് കോസ്റ്റ് വരുന്നുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ഇതിനൊപ്പം എൻ്റെ കൂപ്പൺ കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെയാണ് നിങ്ങൾ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യേണ്ടത്. കൂപ്പൺ കോഡ് ഇട്ടിട്ടില്ലെങ്കിൽ 4,475 വരും. കൂപ്പൺ കോഡ് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. സുബിൻ യൂസഫ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്തപ്പോൾ 4,135 രൂപയായി, കുറച്ചുകൂടെ ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. ഇത് 30 ഡേ മണി ബാക്ക് ഗ്യാരണ്ടി എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് പേയ്മെൻറ്റ് മെത്തേഡ് കൊടുത്ത് വേണമെന്നുണ്ടെങ്കിലും പർച്ചേസ് ചെയ്യാം. ഇനി 48 മാസത്തേക്ക് വാങ്ങണ്ട എങ്കിൽ നിങ്ങൾ 12 മാസത്തേക്ക് നിങ്ങൾക്ക് വാങ്ങാം. ഒരു വർഷത്തേക്ക് എന്നുള്ള കണക്കിൽ വാങ്ങാം. ഒരു വർഷത്തേക്ക് വാങ്ങുമ്പോൾ നമുക്ക് 73 രൂപയ്ക്കല്ല കിട്ടുന്നത്, അത് 129 രൂപയ്ക്കാവും. ഒരു വർഷത്തേക്കുള്ളത് വാങ്ങുമ്പോൾ നമുക്ക് ലാഭമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോങ് ടേമിൽ ചിന്തിച്ചാൽ നമുക്കിത് നഷ്ടമാണ്. നമുക്ക് 48 മാസത്തെ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിന് എത്ര രൂപ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 12 മാസത്തേക്ക് നമുക്ക് 1,827 രൂപ വരുന്നുള്ളൂ. 1,827 രൂപ. മറ്റേത് 4,000 വർഷത്തേക്കാണ് അത് കിട്ടുന്നത്, 48 മാസം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്ലാൻ ചൂസ് ചെയ്യുക. ഇനി ഞാൻ നേരെ നമ്മളുടെ പ്രീമിയം വെബ് ഹോസ്റ്റിംഗ് പ്ലാൻ എത്രയാണ് കോസ്റ്റ് വരുന്നതെന്ന് നോക്കാം. പ്രീമിയം വെബ് ഹോസ്റ്റിംഗ് പ്ലാൻ ഞാൻ ഇതുപോലെ ആഡ് ടു കാർട്ട് കൊടുക്കാം. അതിന് നമുക്ക് 6 മാസത്തെ എന്നുള്ളതല്ലാതെ ഈ 48 മാസത്തെ അല്ലാതെ 12 മാസത്തെ എടുക്കുമ്പോൾ നമുക്ക് 231 രൂപയാണ് വരുന്നത്.
48 മാസത്തെ ആകുമ്പോൾ നമുക്ക് 129 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നു. അതിന് ടോട്ടൽ കോസ്റ്റ് വരിക എന്ന് പറയുന്നത് 7000, അതായത് പ്രീമിയം വെബ് ഹോസ്റ്റിംഗ് 4 വർഷത്തേക്കാണ് കേട്ടോ. 1 വർഷത്തെ പ്ലാൻ റേറ്റ് അല്ല ഇത്, 4 വർഷത്തേക്ക്. നിങ്ങൾക്ക് കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ 7800 രൂപ വരും. ഞാൻ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് റേറ്റിലുള്ള വ്യത്യാസം കാണാം. 7800, 7300, 500 രൂപയുടെ അടുത്ത് ഡിഫറൻസ് വരുന്നുണ്ട്. ഇനി ടോട്ടൽ കോസ്റ്റ് ശരിക്കും വരുന്നത് 22,000 രൂപയാണ്. അതിൽ 15,000 രൂപയോളമാണ് നമുക്ക് ഓഫറായിട്ട് ലഭിക്കുന്നത് 48 മാസത്തെ എടുക്കുമ്പോൾ. എന്നാൽ 48 മാസത്തെ 7,000 രൂപ നമുക്ക് കൊടുക്കാൻ ഇപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം പ്ലാൻ എടുക്കണ്ട. പ്രീമിയം പ്ലാനിൽ തന്നെ 12 മാസത്തേത് എടുക്കാം. 12 മാസത്തേത് എടുത്താൽ നിങ്ങൾക്ക് 3,200 രൂപയ്ക്ക് 3,200 രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പ്രീമിയം പ്ലാൻ കിട്ടും 12 മാസത്തേക്ക്. അതിനുശേഷം നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്താൽ മതിയാവും. ഇതിനകത്ത് നമുക്ക് ഡൊമൈൻ ഫ്രീ ഉണ്ട് എന്നുള്ളതാണ് ഒരു എക്സ്ട്രാ. അപ്പോൾ ഒരു 1000 രൂപ അല്ലെങ്കിൽ 700 രൂപ ഡൊമൈനിന് കുറച്ചാൽ ഒരു 2,500 രൂപയുടെ അടുത്ത് നമുക്ക് കോസ്റ്റ് വരുന്നുള്ളൂ 1 വർഷത്തേക്ക് ഹോസ്റ്റിംഗ് പ്ലാനിൽ. ഫ്രീ SSL, ക്ലൗഡ് ഫ്ലെയർ പ്രൊട്ടക്ഷൻ, ഈ കാര്യങ്ങളെല്ലാം ലഭിക്കും. അതുകൊണ്ട് ഇതിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ സിംഗിൾ വെബ് ഹോസ്റ്റിംഗ് അല്ലെങ്കിൽ പ്രീമിയം വെബ് ഹോസ്റ്റിംഗ് എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രീമിയം വെബ് ഹോസ്റ്റിംഗ് തന്നെ ചൂസ് ചെയ്യുക. വലിയ ബിസിനസ് കാര്യങ്ങൾക്കൊക്കെയാണ് ചെയ്യേണ്ടതെങ്കിൽ മാത്രം ബിസിനസ് വെബ് ഹോസ്റ്റിംഗ് ചൂസ് ചെയ്താൽ മതി. പ്രീമിയം വെബ് ഹോസ്റ്റിംഗ് നിങ്ങൾ ചൂസ് ചെയ്താൽ എന്തുകൊണ്ട് നിങ്ങൾക്കത് നഷ്ടമാവത്തില്ല. സിംഗിൾ വെബ് ഹോസ്റ്റിങ്ങിനെക്കാട്ടിലും പിന്നീടാണെങ്കിൽ നമുക്ക് ഒരു ഡൊമൈൻ ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് പഠിക്കണം, അതിന് നിങ്ങൾക്ക് ഒരു ഫ്രീ ഡൊമൈൻ എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാതെ ഇതിൽ തന്നെ കണക്ട് ചെയ്ത് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തൊക്കെ പഠിക്കാം. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി കുറേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ നോക്കി കാണാം. ഇനി മറ്റെന്തെങ്കിലും പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റിംഗർ ഇവിടെ അവരുടെ ഷെയർഡ് വെബ് ഹോസ്റ്റിംഗ്, ക്ലൗഡ് ഹോസ്റ്റിംഗ്, വേർഡ്പ്രസ് ഹോസ്റ്റിംഗ്, ഇങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹോസ്റ്റിംഗ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവരുടെ സപ്പോർട്ടും കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് 24/7 സപ്പോർട്ട് ലഭിക്കുന്ന ഒരു കമ്പനിയാണ്. ഇനി എന്ത് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ 24/7 365 സപ്പോർട്ടുണ്ട്. ഇതിൽ കോൺടാക്ടേഴ്സിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് ചാറ്റ് ചെയ്ത് നമ്മളുടെ വെബ്സൈറ്റിനുള്ള എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ വേണമെങ്കിൽ അവരുടെ ഒരു ടെക്നിക്കൽ ടീമിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വെബ്സൈറ്റും ഡൊമൈനും ഹോസ്റ്റിങ്ങും ഒക്കെയാണ് നിങ്ങളുടെ ഒരു ഡൗട്ടുള്ള ഏരിയ എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോസ്റ്റിംഗർ പോലുള്ളൊരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, കസ്റ്റമർ സപ്പോർട്ടുള്ള, ഹൈ ക്വാളിറ്റിയുള്ള ഒരു ഹോസ്റ്റിംഗ് പ്ലാനാണ് ഹോസ്റ്റിംഗർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് തന്നെ പോവുക. കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാൻ മറക്കരുത്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ. സുബിൻ.